Murder on the Orient Express. എപ്പിസോഡ് 1. സിറിയയിലെ അലോപ്പോ റെയിൽവേ സ്റ്റേഷനിൽ അതിരാവിലെ 5 മണിക്ക് ടൊറോസ് എക്സ്പ്രസ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. കഠിനമായ തണുപ്പുള്ള ആ പുലർച്ച പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരിൽ പ്രധാനി ലോകപ്രശസ്തനായ ബെൽജിയം ഡിറ്റക്റ്റീവ് ഹെർക്യൂൾ പോയറോട്ട് ആയിരുന്നു. ഒരു സൈനിക കേസ് അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇസ്താംബുളിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. അവിടെ അദ്ദേഹത്തെ യാത്രയാക്കാൻ ലഫ്റ്റനന്റ് ദുബൈസയ്ക്ക് എത്തിയിരുന്നു. ട്രെയിനിൽ കയറിയ പൈറോട്ട് തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നു. ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് പ്രധാനമായി 2 പേരായിരുന്നു. ഒന്ന്, മേരി ഡെബൻഹാ, വളരെ ശാന്ത സ്വഭാവമുള്ള എന്നാൽ ബുദ്ധിമതിയായ ഒരു ഇംഗ്ലീഷ് യുവതി. 2, കേണൽ അർബുദനോട്ട്, ഗൗരവക്കാരനായ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും പെരുമാറ്റവും ശ്രദ്ധിച്ച പൈറോട്ടിന് ഇവർക്കിടയിൽ എന്തോ രഹസ്യമുണ്ടോ എന്ന് ചെറിയൊരു സംശയം തോന്നി. എങ്കിലും അതൊരു സാധാരണ യാത്രയുടെ ഭാഗമാണെന്ന് കരുതി അദ്ദേഹം അത് കാര്യമാക്കിയില്ല. യാത്രയുടെ തുടക്കം. ട്രെയിൻ യാത്ര തുടർന്ന് ഇസ്താംബുളിലേക്ക് എത്തിയപ്പോൾ പൈറോട്ടിന് അപ്രതീക്ഷിതമായി ഒരു ടെലഗ്രാം ലഭിച്ചു. ലണ്ടനിൽ മറ്റൊരു പ്രധാനപ്പെട്ട കേസ് വന്നതിനാൽ എത്രയും വേഗം മടങ്ങണമെന്നായിരുന്നു അതിലെ സന്ദേശം. ഇതനുസരിച്ച് അദ്ദേഹം അന്ന് തന്നെ പുറപ്പെടുന്ന ഓറിയന്റ് എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ചു. സാധാരണയായി തിരക്ക് കുറവുള്ള സമയമായിരുന്നിട്ടും ആ ദിവസം ഓറിയന്റ് എക്സ്പ്രസ്സിലെ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഇത് പൈറോട്ടിനെ അത്ഭുതപ്പെടുത്തി. ഭാഗ്യവശാൽ റെയിൽവേ കമ്പനിയുടെ ഡയറക്ടറും പൈറോട്ടിൻ്റെ സുഹൃത്തായ മിസ്റ്റർ വൗക്ക് അതോ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ രണ്ടാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ പൈറോട്ടിന് ഒടുവിൽ ഒരിടം ലഭിച്ചു. രഹസ്യങ്ങളുടെ തുടക്കം. ട്രെയിനിലെ ഡൈനിങ് കാറിൽ വെച്ച് പൈറോട്ട് തൻ്റെ സഹയാത്രികരെ നിരീക്ഷിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സാമുവൽ റാച്ചറ്റ് എന്ന അമേരിക്കൻ കോടീശ്വരൻ പൈറോട്ടിനെ സമീപിച്ചു. റാച്ചറ്റ് ഭയജീതനായിരുന്നു. തൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്നു, തന്നെ സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും അയാൾ പൈറോട്ടിനോട് ആവശ്യപ്പെട്ടു. ഇതിനായി വലിയൊരു തുക വാഗ്ദാനം ചെയ്തെങ്കിലും റാച്ചറ്റിൻ്റെ മുഖഭാവവും സ്വഭാവവും ഇഷ്ടപ്പെടാത്തതിനാൽ പൈറോട്ട് ആ ആവശ്യം നിരസിച്ചു. എനിക്ക് നിങ്ങളുടെ മുഖം ഇഷ്ടപ്പെട്ടില്ല മിസ്റ്റർ റാച്ചറ്റ് എന്നാണ് പൈറോട്ട് അന്ന് മറുപടി നൽകിയത്. ആ രാത്രി ട്രെയിൻ സെർബിയയിലെ വിൻകോവിസിക്ക് സമീപമെത്തിയപ്പോൾ കനത്ത മഞ്ഞുവീഴ്ച കാരണം പാളത്തിന് കുടുങ്ങി നിൽക്കേണ്ടി വന്നു. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ആ നിശബ്ദതയിൽ ഒരു വലിയ കൊലപാതകം ആ ട്രെയിനിൽ നടക്കാൻ പോവുകയായിരുന്നു. തുടരും.